ദൈവനാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ രണ്ടാം ദിനം ഈ സന്ധ്യാസമയത്ത് വീണ്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം സൃഷ്ടിപ്പനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു ഐപ്പാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. നമ്മുടെ നാലഞ്ചിറ സഭയിൽ താൻ ശുശ്രൂഷകനായിരിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ സന്ധ്യാനിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടും ശക്തിയോടും കൂടെ ദൈവസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ചുമതല കൂടെ വഹിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ അവറുകൾ, പാസ്റ്റർ ജോമോൻ എംബ്രഹാം, പാസ്റ്റർ പ്രവീൺ ജോസഫ്, എന്നെ സ്നാനക്കടവിലേക്ക് നയിച്ച ഞാൻ ക്രിസ്തുവിൽ ഒരു അപ്പച്ചനെ പോലെ, എൻ്റെ വല്യപ്പച്ചനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വാത്സല്യ കർത്തൃദാസൻ പാസ്റ്റർ കെ എം ജോർജ് അവറുകൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കർത്താവ് വന്നിട്ടുണ്ട്. ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ വരാമെന്നല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് അസന്നിധമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം പ്രതീക്ഷിച്ച പലരും ഇവിടെ വന്നില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ശക്തിയോടെ ഒന്ന് കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. രാത്രിയിലെ മീറ്റിംഗ് ആയതുകൊണ്ട് സമയത്തിന് പരിമിതിയുണ്ട്. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയിൽ തന്ന ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ദയവായിട്ട് ഒരാളൊന്ന് വായിച്ചു തരാമോ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. പൗലോസ് താൻ പ്രധാനമായും 3 മിഷണറി യാത്രകൾ നടത്തിയിരുന്നു. അതിൽ 2-ാമത്തെ മിഷണറി യാത്രയിൽ ദൈവാത്മാ നിയോഗിതനായി തെസ്സലോനിക്ക പട്ടണത്തിൽ, അതായത് സാംസ്കാരിക വാണിജ്യ പട്ടണമായിരുന്ന ഈറ്റില്ലമായിരുന്ന തെസ്സലോനിക്കയിൽ 3 ആഴ്ച ശബത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും വചനം പഠിപ്പിക്കാനും ദൈവം പൗലോസിന് വിശേഷാൽ അവസരങ്ങൾ നൽകി. ശ്രദ്ധിക്കൂ, അധിക ദിവസങ്ങളൊന്നും അവരോടൊപ്പം ചെലവഴിക്കുവാനായി കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നാം വായിച്ചു വരുമ്പോൾ 3 ശബത്ത് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുമായിട്ട് അദ്ദേഹം ദൈവവചനം ഷെയർ ചെയ്യുവാനും ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കുവാനൊക്കെ ഇടയായി. എന്നാൽ പൗലോസിനെതിരെ ഇന്നെന്ന പോലെ അന്ന് യഹൂദന്മാരായ ചില ആളുകളും അപ്പോൾ തന്നെ ജാതികളായിരിക്കുന്ന നിരവധി ആളുകളും സുവിശേഷീകരണത്തെ താഴ്ത്തിക്കെട്ടുവാൻ പൗലോസിനെതിരെ ഒരുപാട് അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ച് ഈ ക്രിസ്തീയ വിശ്വാസികളെ, താൻ ക്രിസ്തുവിൽ ജനിപ്പിച്ച ഈ നവജാത ശിശുക്കളെ മനസ്സുമടിപ്പിക്കാൻ അന്നത്തെ സമൂഹം ഒത്തിരി പരിശ്രമിച്ചപ്പോൾ, ശ്രദ്ധിക്കണമേ, സ്തോത്രം, തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുതെന്ന് ആഗ്രഹിച്ച പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവാത്മാവിനാൽ എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഞാൻ അത്രയും പറഞ്ഞ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തൽക്കാലം നിർത്തുക. ശ്രദ്ധിക്കൂ, അപ്പോൾ താൻ ഇവരോട് കൂടെ ചെലവഴിച്ച സമയങ്ങൾ വളരെ സന്തോഷകരമായ സ്മരണകൾ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ, സ്തോത്രം, വെളിപ്പെട്ടു. ഈ ക്രിസ്തീയ, അതായത് തെസ്സലോനിക്ക വിശ്വാസികളിൽ നിന്ന് താൻ കണ്ടതായ, പഠിച്ചതായ, ഗ്രഹിച്ചതായ ചില നല്ല കാര്യങ്ങൾ പൗലോസ് ഇവരെ പ്രബോധിപ്പിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു. ശ്രദ്ധിക്കുന്നേ, ഞാൻ വേഗത്തിൽ കമ്പിവാചകം പോലെ വാക്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 1-ാം വാക്യം ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചാലും വേണ്ടില്ല.
തെസ്സലോനിക്ക സഭയ്ക്ക് ശ്രദ്ധിക്കൂ, പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലും നിലനിൽക്കുന്ന തെസ്സലോനിക്ക സഭ. ശ്രദ്ധിക്കണമേ, പ്രശ്നങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, വൈതരണികൾ വന്നു, ക്ലേശങ്ങൾ വന്നു, പോരാട്ടങ്ങൾ വന്നു, അപവാദങ്ങൾ കേട്ടു, അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും അവർ ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണിച്ചു പോയില്ല. അവരെ വിളിച്ച ദൈവം വിശ്വസനെണ്ണിക്കൊണ്ട് പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലും അടിയുറച്ച നവജാത ശിശുക്കളായ ക്രിസ്തീയ വിശ്വാസികൾ. രണ്ടാം വാക്യം പൗലോസ് എടുത്തവരെ ഒന്ന് അഭിനന്ദിക്കുന്നു. എനിക്ക് ആ വാക്യം ഒന്ന് വായിച്ചു തന്നാലും വേണ്ടില്ല. കണ്ടോ, പൗലോസ് അവരിൽ കണ്ട ഒരു നല്ല ഗുണമാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും. വായിക്കുവാൻ്റെ 2 സ്നേഹപ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും. താൻ ക്രിസ്തുവിൽ ജനിപ്പിച്ച ദൈവസഭയെ ഓർക്കുമ്പോൾ പൗലോസിന് ഭൗതികമായ ചില കാര്യങ്ങൾ അവരുടെ പ്രൊജക്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് കാണിക്കാനില്ലായിരുന്നുവെങ്കിലും പൗലോസ് ഈ സഭയെ അഭിനന്ദിച്ചു പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1 വിശ്വാസത്തിൻ്റെ വേല, 2 സ്നേഹത്തിൻ്റെ പ്രയത്നം, 3 പ്രത്യാശയുടെ സ്ഥിരത. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു കാര്യം ഓർപ്പിക്കാം. കൃപയാൽ നമ്മുടെ BMG സഭയിൽ അഭിഷേകമുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്. പക്ഷേ അതിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകരുത്. ഒരാമയും പറഞ്ഞാട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം? സ്തോത്രം. കേവലം കൈകൊട്ടിനകത്തും അഭിഷേകത്തിനകത്തും ഉപരിവിപ്ലവമായ ബഹളത്തിനകത്തും നമ്മളാരും ഒതുങ്ങിപ്പോകരുത്. ക്രിസ്തുവിൽ വചനത്തിൽ വേരൂന്നി പ്രതികൂലങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ദൈവസഭയെ അമൻ തെല്ലും നിരാശപ്പെടാതെ, ഇറങ്ങിയത് പരാജയമാണെന്ന് പറയാനിടയാകാതെ, ഒരുപക്ഷെ പ്രവചനം പറഞ്ഞ പ്രവാചകൻ മരിച്ചുപോയെന്ന് വരാം, അമ്മ വിശ്വാസത്തിൽ കൊണ്ടുവർ പിന്മാറിപ്പോയെന്ന് വരാം. എന്നാൽ വിളിച്ച ദൈവം വിശ്വസനാണെന്ന് എണ്ണിക്കൊണ്ട് ഇന്നിപ്പോൾ രാത്രിയിൽ കാഴ്ചകൾ വയ്ക്കുവാൻ എത്ര പേര് തയ്യാറുണ്ട്? അതുകൊണ്ട് പൗലോസ് പറയുന്നത് കാഴ്ചയാലയല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ ഒന്നല്ല നിരവധി അനവധി പ്രതികൂലങ്ങൾ വന്നെങ്കിലും എന്താ ഇന്ന് രാത്രിയിലും നമ്മളിവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം ഒന്നറിയാ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പോരാട്ടമില്ലാത്തത് കൊണ്ടല്ല, പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, പ്രതിസന്ധി ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാ വിഷയത്തിനും മറുപടി കൊണ്ടല്ല ഞാനും നിങ്ങളും ദൈവത്തിലായിരിക്കുന്നത്. ഒരു കാര്യം അകത്തളങ്ങളിൽ ബോധ്യമുണ്ട്, എന്റെ ദൈവം ഇന്നലകളിലെ യോർദാനെ കീറി മുറിച്ച ദൈവമെങ്കിൽ നിശ്ചയമായി ഇന്നിന്റെ യോർദാൻ നാളുകൾ ഒഴുകി വരാൻ സാധ്യതയുള്ള യോർദാന്റെ കവിഞ്ഞൊഴുക്കന് അതിരിടെ ദൈവം വിശ്വസനാണെന്ന് തിരിച്ചറിയുന്നവർ ശക്തിയോട് രാമയും പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തിൻ്റെ വേല. ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടി 2017 അമ്മ 2ാം മാസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം കൈമാറുന്നു. അന്നലകളെക്കാൾ ഉപരിയായി വിശ്വാസത്തോടെ ചില വിഷയത്തിൽ നീ കാലെടുത്ത് വെക്കാൻ തയ്യാറെങ്കിൽ എൻ്റെ സ്വർഗജല വിഷയത്തിന് പരിഹാരം തരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഏറിയ പങ്ക് ദൈവമക്കൾക്ക് നഷ്ടപ്പെടുന്ന കൈമോശം വന്നു പോയൊരു കാര്യമാണ് സ്ഥിരത. സ്തോത്രം. സ്ഥിരത നഷ്ടപ്പെടും. നല്ല വചനവും മെസ്സേജും ഒക്കെ കേൾക്കുമ്പോൾ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കും. ഇന്ന് മുതൽ പ്രാർത്ഥനയിൽ കുറച്ചും കൂടെ സമയം ചെലവഴിക്കും.
ദൈവവചനം പാരായണം ചെയ്യും, ധ്യാനിക്കും, ആമേൻ, ട്രാക്ട് കൊടുക്കും. സുവിശേഷീകരണ വേലയിൽ ഞാൻ എന്നാൽ അവോളം ഓടും, എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒന്ന് മടങ്ങി വരാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിലനിൽക്കാനുള്ള കൃപ ഇന്ന് രാത്രി ദൈവം കൈമാറാൻ പോകുകയാണ്. എന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നവർ മാത്രം ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു നിമിഷം ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്നെ മടിപ്പിക്കുന്ന, ക്ഷീണിക്കുന്ന, പുറകോട്ട് വലിക്കുന്ന, നിന്റെ റൂട്ടിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, ട്രാക്ക് തെറ്റിക്കുവാൻ നോക്കുന്ന ഇരുട്ടിന്റെ എല്ലാ ആധിപത്യങ്ങളോ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ പൊട്ടിമാറട്ടെ. ജീസസ്. ശ്രദ്ധിക്കുക. 3, പൗലോസിന് ഈ തെസ്സലോനിക്ക സഭയെ സ്തോത്രം ഓർക്കുമ്പോൾ, അവരെക്കുറിച്ച് അഭിനന്ദിക്കുമ്പോൾ എടുത്തു പറയുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ 5-ാം വാക്യം മുതലൊന്ന് വായിച്ചു തരണം വേഗത്തിൽ. ആ ആ ആ വായിക്കാൻ നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ശ്രദ്ധിക്കുക, ബഹുകഷ്ടം. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, നിരവധി, പറഞ്ഞാൽ തീരാൻ കഴിയാത്ത നിരവധി കഷ്ടങ്ങളിലൂടെ തെസ്സലോനിക്ക സഭ മുൻപോട്ട് പോയി. കഷ്ടതയുടെ പാരമ്യത്തിൽ അവർ എത്തിച്ചേർന്നു. എന്നിട്ടും അവർ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നഷ്ടമാക്കിയില്ല. തിരിച്ചറിയുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഹൃദയത്തിൻ്റെ അകത്തളങ്ങ് സന്തോഷമുണ്ട്? സന്തോഷമുണ്ട് ദൈവമക്കളെ. സ്തോത്രം. എന്നെ ഈ ദിവസങ്ങളൊക്കെ കർത്താവ് പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. സ്തോത്രം. നമ്മൾ ഇനിയും ഒത്തിരി വാക്തത്വം ഒന്നും കേട്ടിരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലൊന്നും ഇല്ല കേട്ടോ. ഇതുവരെ കേട്ട വാക്തത്വം അങ്ങ് പ്രാപിച്ചാൽ നിശ്ചയമായിട്ടും വലിയ വിടുതൽ വ്യാപരിക്കും. അതുകൊണ്ട് സ്തോത്രം, വിസ വരുന്നതും ടിക്കറ്റ് വരുന്നതും ഭൗതിക വിഷയത്തിന് മാത്രം മൂന്നിക്കൊണ്ട് പ്രാർത്ഥന നടത്താനല്ല, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലായിരിക്കോ. എന്നാൽ അതിനേക്കാൾ ഉപരി ആത്മീയ വിഷയങ്ങളിൽ ഒന്നുകൂടെ സമ്പന്നരായി തീരാൻ, ദൈവവചനത്തിൽ ഒന്നുകൂടെ സമ്പന്നരായി തീരാൻ, കർത്താവിൻ്റെ സ്നേഹത്തോടൊന്നുകൂടെ നടത്തു വരാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, അവൻ്റെ വചനത്തിലൊന്ന് വളരാൻ, അവൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഒന്ന് ഏറ്റെടുക്കാൻ, പുത്തൻ നിയോഗം ഏറ്റെടുക്കാൻ, പുതിയ അരുളപ്പാട് പറയുവാൻ, പുത്തൻ ദൂതുവാഹിയായി മാറാൻ, പട്ടണത്തെ ചലിപ്പിക്കുന്ന, ദേശത്തെ ചലിപ്പിക്കുന്ന, ഗ്രാമങ്ങളെ ചലിപ്പിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇന്ന് രാത്രി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കൂ. അങ്ങനെയുള്ളവർ ഒന്ന് കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യോ. സ്തോത്രം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം. അപ്പോൾ കഷ്ടതയുടെയും വേദനയുടെയും പാരമ്യത്തിൽ നാം എത്തുമ്പോൾ അവിടെ വചനം ധ്യാനിക്കണമെങ്കിൽ, പ്രാർത്ഥിക്കണമെങ്കിൽ, ആരാധിക്കണമെങ്കിൽ, കൂട്ടായ്മയ്ക്ക് പോകണമെങ്കിൽ, ട്രാക്ട് കൊടുക്കണമെങ്കിൽ, ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സന്തോഷം എൻ്റെ മേലും നിങ്ങളുടെ മേലും വന്നെങ്കിൽ മാത്രമേ നിർബന്ധം കൂടാതെ കൈകൊട്ടാൻ പറ്റത്തുള്ളൂ, നിർബന്ധം കൂടാതെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ, നിർബന്ധം കൂടാതെ കൂട്ടായ്മയ്ക്ക് പോകാൻ കഴിയത്തുള്ളൂ, നിർബന്ധം കൂടാതെ സുവിശേഷീകരണ വേലയിൽ വ്യാപൃതരാകാൻ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി നിർബന്ധത്താലെയല്ല, ഇന്ന് രാത്രി സന്തോഷത്തോടെ ഈ വചനത്തോട് പ്രതികരിക്കുന്ന, വചനത്തോട് താതാത്മ്യപ്പെടുന്ന പ്രിയപ്പെട്ടവർ മാത്രം ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എവിടെയെങ്കിലും നിന്റെ സന്തോഷ കൈമോശം വന്നെങ്കിൽ, പ്രാർത്ഥനയിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ആരാധനയിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഹല്ലേലൂയ, കൂട്ടായ്മയിലുള്ള സന്തോഷം, ദൈവിക ജീവൻ
നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരാനായി എത്ര പേര് ദൈവകരങ്ങളെ സമർപ്പിക്കൂ? ഈ രണ്ടാമത്തെ രാത്രി ചിലരെ ദൈവം ഒരു പുത്തൻ നിയോഗത്തിലേക്ക് നയിക്കാൻ പോകുകയോ, നഷ്ടപ്പെട്ട ചിലത് മടക്കി തരാൻ പോകുന്നു. നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട നിയോഗം, നഷ്ടപ്പെട്ട ദൈവകൃപ, നഷ്ടപ്പെട്ട വരങ്ങൾ ഇന്ന് രാത്രി ചിലരുടെ മേൽ ഒരു ദീപശീക കൈമാറുന്നത് പോലെ പരിശുദ്ധാത്മാ ചില വിടുതലുകൾ കൈമാറാൻ പോകുകയാ. എത്ര പേർക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും? അധികാരങ്ങൾ ഘടകമനോ. അതുകൊണ്ട് 1-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ, യഹോവയുടെ വചനത്തിൽ സന്തോഷിക്കുന്നവന് മാത്രമേ കൂട്ടായ്മയിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ, ആരാധനയെ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അവർക്ക് കാഴ്ചക്കാരായിരിക്കാൻ കഴിയത്തില്ല, അവർക്ക് നിർവിചാരികളായിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആരും പറഞ്ഞ് സ്തോത്രം പറയണ്ടോ? അകത്തളങ്ങളിൽ സന്തോഷം അലയടിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അത് പ്രദർശിപ്പിക്കണോ? ജീസസ്. ദൈവമക്കളെ, പ്രവചനം കേൾക്കുമ്പോൾ സന്തോഷിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അമ്മേ, നല്ല വചനം കേൾക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സന്തോഷമൊന്ന് അങ്കുരിച്ചു വരുന്നുണ്ട്? ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അധികം അധ്വാനിച്ചു, ഞാൻ അധികം തടവിലായി, അധിക പ്രാവശ്യം ഞാൻ തടവിലായി. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 11-23 മുതൽ നമ്മൾ വായിക്കുന്നു. വായിപ്പിക്കാൻ സമയം പോരാ. അമ്മേന് സ്തോത്രം. ഹല്ലേലൂയ. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. ഹല്ലേലൂയ. 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പലവട്ടം വൈദാഹം, പട്ടിണി, നഗ്നത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേൻ, പലരാലുമുള്ള കഷ്ടതകൾ ആ ഭക്തൻ അനുഭവിച്ചു. അതുകൂടാതെ ദിവസേന സർവസഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരം തന്നെ അലട്ടുമ്പോഴും ആ ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ബലഹീനത തകഞ്ഞു വരുന്ന ദൈവശക്തി. ഇന്ന് രാത്രി ദൈവസഭയെ നീ ആരോടും പറയാതെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഞെരുങ്ങുന്ന, ഭാരപ്പെടുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് രാത്രി സ്വർഗം കരം ചലിപ്പിക്കുന്ന രാത്രിയാണെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ചേർന്ന് രാമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയോ? എന്നെ പരിശുദ്ധാത്മാ ഏൽപ്പിച്ച പ്രധാന ദൂതിലേക്ക് ഞാൻ വരുന്നു. എങ്കിലും വചനത്തോടൊരു നീതി പുലർത്തേണ്ടത് കൊണ്ട് ഞാൻ ചുരുങ്ങിയ നിമിഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരാം. എൻ്റെ ചിന്ത 2-83 വാക്യം. അപ്പോൾ ശ്രദ്ധിക്കണമേ, 3-ാമത്തെ പ്രത്യേകത, ബഹുകഷ്ടങ്ങളുടെ നടുവിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം. 4, പൗലോസ് അവരെ എടുത്തു പറയുന്നൊരു കാര്യം. അതിൻ്റെ 8-ാം വാക്യം ആൻറ്റി ഒന്ന് വായിച്ചേ. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? നിങ്ങളുടെ അടുക്കിൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴുകിച്ചെന്നത് മക്കദോനിയും അക്കായിലും മാത്രമല്ല, എല്ലായിടവും. നിങ്ങളുടെ പേര് പ്രസിദ്ധമായെന്നല്ല, കഴിവ് പ്രസിദ്ധമായെന്നല്ല, ടാലന്റ് പ്രസിദ്ധമായെന്നല്ല, നിങ്ങളുടെ സമ്പത്ത് പ്രസിദ്ധമായെന്നല്ല, നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം പ്രസിദ്ധമായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേവല പേരിനാൽ അറിയപ്പെട്ടാൽ പോരാ, ഏത് വിഷയത്തിനും എൻ്റെ കർത്താവ് പരിഹാരകനാണ്, മതിയായവനാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടോ? എൻ്റെ വിഷയം എൻ്റെ ദൈവം പരിഹാരം തരും, നടപടിയെടുക്കോ. ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? ലാമേ ലാമേ ആമേൻ. മക്കദോനിയിലും അക്കായിലും മാത്രമല്ല അവരുടെ വിശ്വാസം പരിലസിച്ചത്, എല്ലായിടവും അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. ഈ തലമുറയിൽ ദൈവസഭയ്ക്ക് അത്യന്താപേക്ഷിതം വേണ്ടിയത് വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ഒരാമേൻ പറഞ്ഞാട്ടെ, സ്തോത്രം ചെയ്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ശന്തല രഗമന ഹദുല ഘടക ജന ഘടക ജഗസിയ. ദൈവത്തിലുള്ള വിശ്വാസം. ശ്രദ്ധിക്കൂ, 3-ാമത് 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു, കർത്താവിൽ നിലനിന്ന തെസലോനിക്ക സഭ. അപ്പം യോഹന്നാന്റെ സുവിശേഷം 15-5-6-7 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ. അപ്പം ഫലം അകത്തും കായ്ക്കണം, പുറത്തും പുറപ്പെടുവിക്കണം.
കർത്താവിൽ നിലനിന്ന സഭ. അപ്പോൾ കർത്താവിൽ നിലനിന്നെങ്കിൽ മാത്രമേ ഫലമൊക്കെ കായ്ക്കാൻ പറ്റൂ കേട്ടോ. സ്തോത്രം. കൃപാവരങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, വരങ്ങളെക്കാളും വലുതാണ് ഫലം. സ്തോത്രം പറയാമോ? പ്രവചനവരെ ഉണ്ടായിട്ടും പ്രസംഗജാതിരെ ഉണ്ടായിട്ടും രോഗശാന്തി വരെ ഉണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ എന്നാ പ്രയോജനം? തമ്മിൽ കണ്ടാൽ മിണ്ടത്തില്ല, ക്ഷമിക്കത്തില്ല, പൊറുക്കത്തില്ല, കൈ കൊടുത്താലും അകത്ത് സന്തോഷമില്ല, സ്നേഹമില്ല, വിനയമില്ല, താഴ്മയില്ല. എന്നാ ഗുണം? ഒരു ഗുണവുമില്ല. എന്നാൽ അധികം പ്രവചനപരം ഇല്ലെങ്കിലും പ്രസംഗിക്കാൻ കഴിവില്ലെങ്കിലും വലിയ രോഗശാന്തിയുടെ കഴിവും പ്രാപ്തിയും ഒന്നും ഇല്ലെങ്കിലും ഇന്ന് രാത്രി എല്ലാവരും ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ നിനക്കൊരു കഴിവുണ്ടെങ്കിൽ അതാണ് കർത്താവ് പ്രസാദിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരുന്നു. ഇപ്പം കർത്താവിൽ നിലനിന്ന സഭ. 4-ാം അധ്യായം 8-ാം വാക്യം, അന്യോന്യം സ്നേഹിച്ച സഭ. സഹോദരന്മാരെ, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അന്യോന്യം സ്നേഹിച്ചിരുന്ന സഭയാണ്. 5-ാം അധ്യായം 8-ാം വാക്യം, അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീയ വർധനവ്. നമ്മുടെ വാക്കുകൊണ്ട് ഒരുവനെ താഴ്ത്താനും പറ്റും, ഒരുവനെ ചെറുതാക്കാനും പറ്റും, ഒരുവനെ ഒതുക്കാനും പറ്റും. ആമേൻ. ഒരുവനിലുള്ള ദൈവകൃപ ചോർത്തിക്കളയാനും പറ്റും. എന്നാൽ നമ്മുടെ വാക്കുകൊണ്ട് ഒരുവനെ വളർത്താനും പറ്റും. ഇന്ന് രാത്രി ദൈവസഭയെ, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശംദല രഗമന ഹദുല ഘടകജന ജഗസിയ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അവരുടെ ഒരു ചെറിയ സംശയത്തിനൊക്കെ അവിടെ നിവാരണം വരുത്തുക. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത്. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അന്ന് ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനമൊക്കെ നമ്മൾ വായിക്കുന്നത് വല്ല മരണ ശുശ്രൂഷയില്ല. പിന്നെ നമ്മളിത് ആ ഭാഗം വിട്ടു. ഇന്ന് രാത്രി സ്തോത്രം. തെസ്സലോനിക്ക സഭയോട് പറഞ്ഞു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയും, ഇന്നലകളിൽ നമ്മൾ അമേൻ സ്തോത്രം സ്തോത്രം നമ്മെ വിട്ടുപോയ വിശുദ്ധന്മാർ അവരെ മരിച്ചടക്കപ്പെട്ടെങ്കിലും അമേൻ ഇവിടെ കയറി വരിക എന്നുള്ള നാഥൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ കല്ലറകൾ പൊട്ടുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്യണോ. ഞാൻ മടങ്ങി വരുന്നു. അപ്പം നിരവധി പ്രത്യേകതകൾ ഈ തെസ്സലോനിക്ക സഭയ്ക്കുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ബലഹീനരെ താങ്ങണം, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ സ്തോത്രം പറയണം. അപ്പോൾ ആഹ്വാനങ്ങളും ഒത്തിരി പ്രബോധനങ്ങളൊക്കെ പൗലോസ് കൊടുക്കുന്നു. എൻ്റെ ചിന്തയിലേക്ക് ഞാൻ മടങ്ങി വരും. തുറന്നുള്ള 15 മിനിറ്റ് അമേൻ കർത്താവിനെ ഏൽപ്പിച്ച അമേൻ ഒരു ചെറിയ സന്ദേശത്തിലേക്ക് ഞാൻ വരാം. സ്തോത്രം. ശ്രദ്ധിക്കൂ. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ നിങ്ങളെ ഓർത്ത് എന്ത് ചെയ്യുന്നു? ദൈവത്തിന് സ്തുതിക്കും. അപ്പോൾ കേട്ട വചനം പൗലോസിൻ്റെ വചനമായിട്ടോ സിൽവാനോസിൻ്റെ വചനമായിട്ടോ ഒന്നുമല്ല, സാക്ഷാൽ ദൈവവചനമായിട്ട് കൈക്കൊണ്ടു. ചിലരുടെ പ്രസംഗത്തിന് കൈയടിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, പാസ്റ്റർമാരുടെ വചനമല്ല, ആമേൻ ദൈവത്തിൻ്റെ വചനമാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ദൈവ പൈതലേ, ആര് പ്രസംഗിച്ചാലും ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം, ആ വചനത്തെ ഒന്ന് ആത്മാർത്ഥമായി റിസീവ് ചെയ്യാൻ, ഏറ്റെടുക്കാൻ. ഹല്ലേലൂയ. വചനത്തോട് ആത്മാവിനൊന്ന് പ്രതികരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ വചനം ഒരിക്കലും വചനമായി മാത്രം ഒതുങ്ങത്തില്ല, അതിൻ്റെ ശക്തിയോടെ അത് മടങ്ങി വരൂ. അതുകൊണ്ടാണ് അടുത്ത പദം അവിടെയാണ് എൻ്റെ ചിന്ത. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് ഏത്? ദൈവത്തിൻ്റെ വചനം. അങ്ങനെ ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്ന നമ്മിൽ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യും? വിശ്വാസത്തോടെ പറയാമോ? വിശ്വസിക്കുന്ന ഞങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കും.
വിശ്വസിക്കുന്ന ഞങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം വായിപ്പിക്കാൻ സമയമില്ല, ഞാൻ തന്നെ പറയാം. 55-ാം അധ്യായം 10-ാം വാക്യം, മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും വിതപ്പാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. അറിയാവുന്നവർ എന്നോട് ഉയർന്ന് പറഞ്ഞാട്ടെ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ നിവർത്തി, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുക ചെയ്യൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ തന്നെ ഇന്നലകൾ കേട്ട വചനത്തിന്റെ ശക്തി, ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന്റെ ശക്തി, അത് കേവല വചനമായി മാത്രം തീരുകയില്ല. അതിന്റെ ശക്തിയോടെ അത് മടങ്ങി വരാൻ പോകുകയാണ്. ഏത് ഉദ്ദേശത്തിനു വേണ്ടി ഇന്ന് രാത്രി ഈ വചനം ഇവിടെ പുറപ്പെടുന്നുവോ, ഈ വചനം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ, അതിന്റെ ശക്തിയോടെ അത് മടങ്ങി വരൂ. ഹല്ലേലൂയ. ശരീരത്തിൽ ക്ഷീണവും രോഗവും ഒക്കെ ഉള്ള ആളുകൾ ഇത് രോഗശാന്തിയുടെ വചനമായിട്ട് ഇന്ന് രാത്രി ഏറ്റെടുത്താൽ വിടുതലാകട്ടോ. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് പോകുവാൻ കഴിയാത്ത ഇടത്ത്, നിങ്ങളുടെ തലമുറകൾക്ക് ചെല്ലാൻ കഴിയാത്ത ഇടത്ത്, ഒരു വാക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയാത്ത ഇടത്ത് ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലയിൽ നീ ഭാരപ്പെടുന്നുവെങ്കിൽ ആത്മപൂർണ്ണനാ ഞാൻ ഒരു ദൗത് പറയാ. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. മൈലുകൾക്കപ്പുറം ചെന്ന് പ്രവർത്തിക്കേണ്ട മേഖലകൾ പ്രവർത്തിക്കാൻ ഇന്ന് രാത്രി വചനത്തിന് ജീവനുണ്ട്. രണ്ട് ദൂത് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയിൽ തന്ന രണ്ട് ആലോചനകൾ. ഒന്ന്, സാധ്യതയില്ലാത്ത ചിലത്, ഉരുവായി വരാൻ സാധ്യതയില്ലാത്ത ചിലത് വചനത്താൽ ഇന്ന് രാത്രി സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചിലത് സൃഷ്ടിക്കപ്പെടുന്ന രാത്രിയാണ്, ചിലത് ഉരുവായി വരുന്ന രാത്രിയാണ്. ഉടകമന ഘടകജരാജകസിയ ഇന്ന് രാത്രി ചില ദൈവിക സൗഖ്യങ്ങൾ, ദൈവിക വിടുതലുകൾ, അത് തലമുറകളിൽ, കുടുംബങ്ങളിൽ, ദൈവസഭയുടെ ഉള്ളറകളുമേ ഉരുവായി വരുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. എന്നോടുള്ള ദൈവ ശബ്ദമാണെന്ന് അറിയുന്നുവോ? സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ചിലത് ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെടും. സ്തോത്രം. സംഭവിക്കാൻ തീരെ സാധ്യതയില്ലാത്തത് സംഭവിക്കും. ഇതിനുപോൽബലകമായി ഒരു വാക്യം ഞാൻ ആത്മാവിൽ നിയോഗിതനായി തരാം. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ ഇങ്ങനെയാ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയിട്ടാൽ പിന്നെയും പൊട്ടിക്കിളിർക്കുന്നു. അത് ഇളകൊമ്പുകൾ വിടരാതിരിക്കയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളിർക്കും. ഒരു തൈ പോലെ അത് തളിരിടും. അങ്ങനെയെങ്കിൽ കെട്ടുപോയ ചിലത്, മണ്ണിൽ കെട്ടുപോയ ചിലത്, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പലതും നിന്റെ തലമുറയെ സംഭവിച്ചു, കുടുംബത്തിൽ സംഭവിച്ചു, ശുശ്രൂഷയെ സംഭവിച്ചു. ഉടകമന ഘടകജലാദലകസിയ എന്ന രണ്ടായി വാക്തത്വങ്ങൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി പ്രത്യാശ ഉണ്ടാകട്ടെ. വെട്ടിയിട്ടാൽ പിന്നെ പൊട്ടിക്കിളിർക്കുമെന്ന് ഒരു വൃക്ഷത്തിന് പ്രത്യാശ ഉണ്ടെങ്കിൽ അതിന്റെ വേറെ നിലത്ത് പടുകയാലും കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടത് പൊട്ടിക്കിളിർക്കോ. സ്തോത്രം. ചില ഇന്ന് രാത്രി പൊട്ടിക്കിളിർക്കുമെന്ന് ദൈവാത്മാ പറയുന്നു. നിങ്ങൾ എഴുതി തള്ളിയ ചില വിഷയങ്ങൾ, പ്രാർത്ഥിച്ചു നിങ്ങൾ കൈവിട്ട വിഷയങ്ങൾ അല്ല, നിങ്ങൾ മറന്നുപോയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു ചിലത് വിടുതലായി പരിണമിച്ചു വരാൻ പോകുകയാണ്. ഇതെന്നോടുള്ള ദൈവീയ സന്ദേശമാണെന്ന് അറിയുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കണോ. എബ്രായലേഖനം 4:12 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. അപ്പം ജീവൻ നഷ്ടപ്പെട്ട ചില വിഷയത്തിൽ ജീവൻ വെളിപ്പെടും കേട്ടോ. ഇതൊക്കെ അതിനൊത്തിരി ആഴമുണ്ട്, വ്യാപ്തിയുണ്ട്, വിവരിക്കാൻ സമയം പോരാ. ജീവൻ, പള്ളിപ്രമാണിയായ യായിറോസിന് ഏകജാതിയായ ഒരു മകൾ, 12 വയസ്സുള്ളൊരു കുട്ടി. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം നമ്മൾ വായിക്കുന്നു. യേശു കർത്താവുമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ യായിറോസിൻ്റെ അടുക്കൽ തന്നെ സ്നേഹിക്കുന്ന തനിക്കും വളരെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഗുഡ് ന്യൂസ് അല്ല പറയുന്നത്.
സ്തോത്രം. നിന്റെ മകൾ മരിച്ചുപോയി. സത്യത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ മരണവാർത്ത പറയുവാൻ വന്ന വ്യക്തി അത് പറഞ്ഞങ്ങ് പോയാൽ മതി. പക്ഷേ ആ മനുഷ്യൻ അത് മാത്രമല്ല പറഞ്ഞ് നിർത്തിയത്, ഒരു കാര്യം കൂടെ പറയുക, ഗുരുവിനെ ഇനി. നമ്മൾ ഒത്തിരി പ്രസംഗം ഇതിനകത്ത് കേട്ടു. പക്ഷേ ഇന്ന് രാത്രി ഒരു ചിന്ത ഞാൻ പറയാം. ലോകം നിൻ്റെ പ്രത്യാശയ്ക്ക് വിരുദ്ധമായ വാക്കുകളാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? നിന്റെ വാക്തത്വത്തിനെതിരെയാണ് ലോകം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അല്ല, വീട്ടിലുള്ളവർ തന്നെ നിന്നെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകളല്ലേ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, സഭയിലുള്ളവർ തന്നെ പലപ്പോഴും ക്ഷീണിപ്പിക്കുന്ന വാക്കുകളല്ലേ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മപൂർണനായി പറയാ, നിന്റെ വിഷയം മരിച്ചിട്ടില്ല. നിന്റെ വിഷയത്തിനകത്തൊരു ജീവൻ വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി ഗുരുനാഥന് പദ്ധതിയുണ്ട്. ഒറ്റ കാര്യം യായിറോസേ, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യോ. ഹല്ലേലൂയ. ശാസ്ത്രവും വചനവും നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ശാസ്ത്രം പറയുന്നത് തെളിയിച്ചാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ വചനം പറയുന്നു നമ്മൾ തെളിയിക്കാനൊന്നും നിൽക്കണ്ട, വിശ്വസിച്ചാൽ ഞാൻ തെളിയിക്കാം. ഒരാമയും പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറായാൽ പ്രത്യക്ഷമായ ചിലത് തെളിഞ്ഞു വരാൻ പോകുകയാണ്. അടക രകന ഹത്തുല ബൗഷല ബൗഡവരന്തര. പ്രാർത്ഥനയിൽ ചിലത് തെളിഞ്ഞു വരാൻ പോകുകയാ. നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ തെളിഞ്ഞു വരാൻ പോകുകയാ. അപമാനത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, കുറ്റം പറയുന്നവരുടെ നടുവിൽ, തള്ളിക്കളയുന്നവരുടെ നടുവിൽ, എന്തു സംഭവിക്കുമെന്ന് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ആമേ കുഞ്ഞേ, നിന്റെ തല ഉയർത്തുന്ന ഒരു വർഷമാക്കി 2017 മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ, വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. രക്ഷപ്പെടുകയില്ലെന്ന് കരുതുന്ന ചിലത് രക്ഷപ്പെടും കേട്ടോ. സ്തോത്രം. യേശു കർത്താവ് യായിറൂസിന്റെ ഭവനത്തിൽ വന്നു. ധാരാളം ആളുകൾ കൂടി വന്നെങ്കിലും അകത്ത് കയറിയപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യേശു ഉൾപ്പെടെ 4, യായിറൂസും ഭാര്യയും. എത്ര പേരുണ്ടായിരുന്നു? 3 6 പേര് മാത്രമാണ് ഈ കുട്ടിക്ക് വേണ്ടി. ഇപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടത്തെ കൂട്ടി സ്തോത്രം, ചില വിഷയത്തിനൊന്നും നടക്കത്തില്ല, വിടുതൽ സംഭവിക്കത്തില്ല. വിഷയവുമായി താതാത്മ്യപ്പെടുന്നവരെ കൂട്ടുപിടിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വിഷയത്തിൽ ഐക്യതയുള്ളവരുമായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ. ഐക്യതയില്ലാതെ ആര് പ്രാർത്ഥിച്ചാലും ആ വിഷയത്തിൽ വിടുതലില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, 2-3 പേർ, 2-3 ആമേൻ സ്തോത്രം, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെയെങ്കിൽ കർത്താവ് ചെയ്യാൻ പോവുക. ചിലത് നമ്മുടെ സഭയ്ക്കകത്ത് കർത്താവ് 2017 ചിലത് ചെയ്യാൻ പോകുകയാ. തലമുറകളുടെ മേൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. അടക മനക ശന്തല രകന വൈദി കടക ദരന്തല വൗഡ റീബൽ കട്ടം വാദവരച്ചം വൈദാരകനം ദുരഘടകമനം അന്താരാജം വൈദാമാന ഹന്താരാവ റൗഡാബാന അന്താരാവ. വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ വചനം അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ഒരു വചനങ്ങൾ പോലും നിഷ്ഫലം. അപ്പോൾ ഈ വചനമായി അതിൻ്റെ ശക്തിയോടെ തീരണമെങ്കിൽ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കണം. വചനം റിസീവ് ചെയ്യും. ചില ആളുകളുണ്ട് തലയണ കീഴെ കൊണ്ടത് ബൈബിൾ വെക്കും. സ്തോത്രം. ചിലർ ഞായറാഴ്ച വന്ന് ചർച്ചിനകത്ത് വെക്കും, പിറ്റേ ആഴ്ചയിൽ ഇത് ചുമ്മിക്കൊണ്ട് വരണമല്ലോ എന്ന് കരുതി അവിടെ തന്നെ വെച്ചിട്ട് പോകും. ചിലർ ദീർഘോപാസനൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, സഭയിൽ വെച്ചിട്ട് പോകും, ഇത് ചുമ്മിക്കൊണ്ട് പോയിട്ട്. ഈ വചനം ചുമ്മുന്നത് ഒരു അനുഗ്രഹം. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഈ വചനം വായിച്ചു കൊടുക്കുന്നതും ഒരു അനുഗ്രഹമാണ്. വചനം പ്രസംഗിക്കുന്ന അനുഗ്രഹമാണ്. വചനം ധ്യാനിക്കുന്നത് അനുഗ്രഹമാണ്. തിരിച്ചറിയുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവസഭയായി ആമേൻ സ്തോത്രം സ്തോത്രം പ്രസ്ഥാനമായി, കുടുംബങ്ങളായി, വ്യക്തികളായി 2017 ഒരു വിടുതലിന്റെ വർഷമാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റട്ടെ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരിലാണ് ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു,
ഡോക്ടർ ബില്ലി ഗ്രഹാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രൂസൈഡിൽ ഈ വചനം പ്രസംഗിച്ചു. സ്തോത്രം, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ. അന്ന് മധ്യവയസ്കയായ ഒരു സഹോദരി ആ ക്രൂസൈഡിൽ സംബന്ധിച്ചു. ആ വചനം അവർ കേട്ടെങ്കിൽ അവർക്ക് അന്നേരം ഒന്നും വലിയ പുതുമയായിട്ടും ചൈതന്യമായിട്ടൊന്നും പരിണമിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അവർ പാരലൈസായി. സ്തോത്രം, അവർ വിവാഹിതയല്ലാത്തൊരു സ്ത്രീയാണ്, ആരും സഹായത്തിനില്ല. കൂടെയുള്ളവർ സ്തോത്രം അന്ന് ഭവനത്തിലില്ല. സ്തോത്രം, സ്വന്തമെന്ന് കരുതുന്നവർ ആരും അവരെ സഹായിക്കാനില്ല. ആരോ ഒരാൾ കൂടെ താമസിക്കുന്നുണ്ട്. ആ വ്യക്തി വെളിയിലിറങ്ങിക്കഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ബില്ലി ഗ്രഹാം ആയിരങ്ങളുടെ നടുവിൽ, 10,000ങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ വചനം പ്രസംഗിച്ചത് അവരുടെ ഹൃദയത്തിൽ ചിന്തയിലേക്ക് വന്നു, ഓർമ്മയിലേക്ക് വന്നു. അവരറിഞ്ഞോ അറിയാതെയൊക്കെ ഈ വചനം പെതുക്കെ പെതുക്കെ ഉരുവിടാൻ തുടങ്ങി. ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തത് ഇങ്ങനെയാണ്. ആ വചനത്തിൻ്റെ ശക്തി ആ റൂമിനകത്ത് ഇറങ്ങി വന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കൈകാലുകളുമേ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. മാസങ്ങളായി തളർന്നുപോയി അവരുടെ കാലിൽ ദൈവിക ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവർ എഴുന്നേൽക്കാൻ തുടങ്ങി. അവർ ചർച്ചിൽ ചെന്ന് സാക്ഷ്യം പറയാൻ തുടങ്ങി. അവർ ദീർഘവർഷങ്ങൾ കഴിഞ്ഞാണ് അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഇന്ന് രാത്രി ദൈവമക്കൾ, ഈ വചനത്തിന് ശക്തിയുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഞാൻ ഈ വചനം പറയുമ്പോൾ വലിയ പുതുമയൊന്നും ഒരുപക്ഷെ തോന്നിയില്ലെങ്കിലും നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം ഈ വചനം അതിന് ശക്തിയോടെ വ്യാപരിക്കുന്നത്. ഉടകമന ഹതലഘടക ജനഘടക ജഗസിയ, വിശ്വസിക്കുന്നവരിൽ സ്തോത്രം അത് വ്യാപരിക്കും. റോമാലേഖനം 4:18 അബ്രഹാമിൻ്റെ ചില വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വായിച്ചാലും വേണ്ടില്ല, വേഗത്തിലൊന്ന് വായിച്ചേ. റോമാലേഖനം 4:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ച്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ആശയ്ക്ക് വിരോധമായി. നമ്പർ 1 വായിക്കേണ്ടി. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം ക്ഷീണിച്ചു, പഴയ പുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ടു. ഒരു തലമുറയെ ജനിപ്പിക്കാനുള്ള പ്രകൃതിയുടെ നിയമങ്ങൾ ഇരുവരിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ 100 വയസ്സുള്ളവനാകിയാൽ ഒരു കാര്യം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, എൻ്റെ ശരീരം നിർജീവമാണ്. ഇന്ന് രാത്രി ദൈവസഭയെ നിൻ്റെ പരിമിതി നീ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ അശക്തനാണ്, ഞാൻ അപ്രാപ്തനാണ്, എനിക്ക് സഹായത്തിനായി സ്തോത്രം 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 അങ്ങയുടെ കൃപ പകരണമേ, അങ്ങയുടെ സാന്നിധ്യം തരണമേ, അങ്ങയുടെ നിയോഗം എൻ്റെ മേലിടണമേ. ഇന്ന് രാത്രി സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവനെയല്ല, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവനെയല്ല ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുള്ളത്. ആരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ ഒന്നുമില്ലേ എന്ന് പറയുന്നവനെ, അവന്റെ കഴിവില്ലായ്മ തിരിച്ചറിയുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. ഇന്ന് നമുക്ക് വരുന്ന കുഴപ്പം, നമ്മുടെ കഴിവെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അത്രയും കഴിവില്ലെന്ന് നമ്മൾ പലരോടും പറയും. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, അവൻ്റെ ശരീരത്തിൻ്റെ പരിമിതി അബ്രഹാം തിരിച്ചറിഞ്ഞു. സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ആ ഭക്തൻ തിരിച്ചറിഞ്ഞു. ശ്രദ്ധിക്കുക, എന്നിട്ടും വിശ്വാസത്തിൽ ക്ഷണിച്ചില്ല. അടുത്ത വാക്യം, അവിശ്വാസത്താൽ സംശയിക്കാതെ. അപ്പൊ സംശയിക്കാത്ത വിശ്വാസം, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, വിശ്വാസത്തിലൊക്കെ ക്ഷീണം വന്നെന്ന് വരാം, തളർച്ച വന്നെന്ന് വരാം. പക്ഷേ നീ മഹത്വം കൊടുക്കുമ്പോൾ, ദൈവത്തിന് സ്തുതി കരേറ്റുമ്പോൾ എന്തെന്നില്ലാത്തൊരു ദൈവകൃപ ദൈവം നിന്റെ മേൽ പകരും കേട്ടോ. അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ ഉറച്ച വിശ്വാസത്തിന് ഉടമയായിരുന്നു ആ ഭക്തനായ അബ്രഹാം. സ്തോത്രം. ശ്രദ്ധിക്കൂ, വിശ്വസിക്കുന്നവരിലാണ് ഈ വചനം. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു വചനമാണ് ഒരു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കായംകുളത്ത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അന്ന് ആ രാത്രിയിൽ ആ വചനം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഒരു നേഴ്സ്, അവർ 12 വർഷമായിട്ട് സ്തോത്രം
അവർ ഈ മൈഗ്രെയിനിൻ്റെ പ്രയാസമുണ്ടായിട്ട് തലയ്ക്കകത്ത് ഭയങ്കര കലശലായ വേദനയുമായിട്ടാണ് ആ മീറ്റിങ്ങിന് വന്നത്. അവർ വിശ്വാസത്തിൽ വന്നില്ല, മർത്തോമക്കാരാ. പക്ഷേ ആ വചനം അവരേറ്റെടുത്തു. വചന ശുശ്രൂഷ ശക്തമായ ആരാധന വെളിപ്പെട്ടു, ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. കസേരയിലിരുന്ന് അവർ എഴുന്നേറ്റ് നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിച്ച് ഇന്നും ഞാനത് ഓർക്കുന്നു. സ്തോത്രം. ഒടുവിൽ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ കൊടിയ വേദനയുമായിട്ടാണ് ഇവിടെ വന്നത്, പക്ഷേ എനിക്കിപ്പോൾ ഒരു അംശം പോലും വേദനയില്ല, ദൈവം എന്നെ വിടുവിച്ചു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് അവരെ വീണ്ടും കാണാൻ ഒരു അവസരം തന്നപ്പോൾ അവർ പറഞ്ഞു, 4 വർഷം മുമ്പ് സൗഖ്യമായതാണ്, കൃപയാൽ ഇതുവരെ ആ തലയ്ക്കകത്ത് ഭാരം വന്നിട്ടില്ല. ഇന്ന് രാത്രി ദൈവസഭയെ ആരും കൈവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു അമേൻ സ്വോത്ര രോഗശാന്തിക്കാരൻ നിന്റെ അടുത്ത് കത്തിക്കണമെന്നില്ലായിക്കോ, എന്നാൽ നിർബന്ധം വേണ്ട. വചനത്തിന്റെ ശക്തി ആവരിക്കുമ്പോൾ വചനത്തോട് പ്രതികരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? വചനത്തിന്റെ ക്രിയ നിന്റെ ശരീരത്തുമേൽ വ്യാപരിക്കോ? ഇന്ന് രാത്രി ചില ആന്തരിക അവയവങ്ങളുമേൽ ക്ഷയം സംഭവിച്ചിരിക്കുമ്പോൾ, ക്ഷതമേറ്റിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയോ, പുതിയ ചിലത് ഇന്ന് രാത്രി സൃഷ്ടിക്കപ്പെടുന്ന രാത്രിയാണ്. എത്ര പേർ ഇന്ന് രാത്രി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? വിശ്വസിക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നത്. സ്തോത്രം. വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ തയ്യാറായാൽ ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവരിക്കും. സ്തോത്രം. നിരവധി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തും. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി നിശ്ചയമായിട്ടും ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷിച്ച വചനം കർത്താവിനെ ഏൽപ്പിച്ച സന്ദേശമാണ്. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു എന്ന് ബോധ്യമുള്ളവർ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവർക്കും ഇത് അമേൻ പ്രയോജനമായില്ലെന്നെങ്കിലും ആരോടെങ്കിലും ഒക്കെ ദൈവാത്മാവ് ഇടപെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശംദല രകമന, യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, നിനക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴി തുറക്കാൻ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അവൻ്റെ വചനത്തിന് ജീവനുണ്ട്. ജീവനുള്ള വചനമാണ്, ചൈതന്യം വരുത്തുന്ന വചനമാണ്. ചൈതന്യം നഷ്ടപ്പെട്ട ജലത്തിനെ ചൈതന്യത്തിലേക്ക് നയിക്കാൻ ഇന്ന് രാത്രി വചനത്തിന് ശക്തിയുണ്ട്. ഉടമനവലവല പണ്ടത്തെ പോലെ ചൈതന്യം വരുത്താൻ, പണ്ടത്തെ പോലെ കുതിച്ചു ചാടാൻ, കാലേബിനെ പോലെ ഓടാൻ, ആത്മാവിന്റെ ശബ്ദം വിളിച്ചു പറയാൻ, ആയിരങ്ങളുടെ നടുവ് നിർത്തുവാൻ, പുത്തൻ യാത്രകൾ ഒരുക്കി തരാൻ, പുത്തൻ വാതായനങ്ങൾ ഒരുക്കി തരാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്ലാനുണ്ട്. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിക്കപ്പെടട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് രാത്രി ശുഭപാസ്റ്ററുടെ വചനമല്ല, ഇവിടെ ഇരിക്കുന്ന ബഹുമാനിരായ കർത്തൃദാസന്മാരുടെ വചനമല്ല, ഇത് ദൈവത്തിന്റെ വചനമോ, സാക്ഷാൽ ദൈവത്തിന്റെ വചനം. ഈ വചനം ദയവായി നിങ്ങൾ ഏറ്റെടുക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവർ ദയവായി ഒരു നിമിഷം, നിങ്ങൾ ദയവായി ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിച്ചാട്ടെ. സ്തോത്രം. ഞാൻ എഴുന്നേൽപ്പിച്ച് ആരാധിപ്പിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയം പോരാ. എല്ലാ കണ്ണുകളും അടച്ച് ദയവായി ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് മലർത്തി പിടിച്ചാട്ടെ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ജീസസ്. ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും രോഗത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നാളുകളായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നു, എന്നാൽ ആ വിഷയത്തിനൊരു സൗഖ്യം കിട്ടുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. ഇന്ന് രാത്രി പരിഹാരമില്ലാത്ത ചില വിഷയത്തിന് ദൈവം പരിഹാരം തരാൻ പോകുന്നു എന്നൊരു ദൂത് പൊതുവിൽ വിളിച്ചു പറയുന്നു. സൃഷ്ടിക്കപ്പെടാൻ ചിലത് നിന്റെ കൂടാരത്തിലുണ്ട്. നിന്റെ തലമുറയിൽ ചിലത് സൃഷ്ടിക്കപ്പെടാനുണ്ട്. സംഭവിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ചിലത് സംഭവിക്കാൻ പോകുകയാ. നമ്മുടെ പാളയ സഭയ്ക്കകത്ത് 2017 പുതിയ ചിലതിനെ സൃഷ്ടിക്കാൻ, പുതിയ ചില കുടുംബങ്ങളെ കൊണ്ടുതരാൻ, പുത്തൻ ചില സ്നാനങ്ങൾ നടത്താൻ, പുത്തൻ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ, സംഭവിക്കത്തില്ലെന്ന് പറയുന്ന ചിലത് സംഭവിപ്പിക്കാൻ ഇന്ന് രാത്രി വചനത്തിന് ശക്തിയുണ്ട്. എല്ലാവർക്കും ഈ വചനം പ്രയോജനമാകത്തില്ല.
വിശ്വസിക്കുന്നവരിൽ. അതുകൊണ്ട് ഇബ്രാഹിം ലേഖനം 4-1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമ്മെ പോലെ ആമേൻ, സ്തോത്രം സ്തോത്രം, അവരും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും വചനം ആമേൻ അത് വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇപ്പൊ കേട്ട വചന ഉപകാരമായി തീരണമെങ്കിൽ വിശ്വാസം. ഞാൻ 3 പദങ്ങൾ ഒന്ന് ആവർത്തിക്കുന്നു: വചനം, വിശ്വാസം, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ഒരു ദൈവ പൈതൽ കൂട്ടിമുട്ടുമ്പോൾ, സമ്മേളിക്കുമ്പോഴാണ്, അത് വെളിപ്പെടുമ്പോഴാണ് അതിൻ്റെ ക്രിയ നടന്നു വരുന്നത്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. എല്ലാവരും ദൈവങ്ങൾ ഏൽപ്പിച്ചാട് ഉടകമന ഹതലഘടകജഗസിയ യേശുവിൻ്റെ നാമത്തിൽ ചില രോഗശാന്തി ഇന്ന് രാത്രി തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. ശരീരത്തെ ഞെരുക്കി കളയുന്ന, അവയവങ്ങളോട് പോരാടുന്ന, നാവിനെ ചലിപ്പിക്കാൻ കഴിയാതെ, കൈയടിച്ച് ആരാധിക്കാൻ കഴിയാതെ തളർത്തുന്ന, ബലഹീനപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, അന്ധകാരത്തിന്റെ കൊടിയ വാഴ്ചകൾ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാ ഈ രാത്രി തകർന്നു മാറട്ടെ. ആരാധനയെ ബന്ധിക്കുന്ന നാവിനെ ഉടകല ഘടകജാരകൽക്കന തുറന്ന് ആരാധിപ്പാൻ കഴിയാതെ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, സന്തോഷം നഷ്ടപ്പെട്ട ചില ഹൃദയങ്ങളുമേൽ ഇന്ന് രാത്രി സന്തോഷം മടങ്ങി വരട്ടെ. ദൈവകൃപ മടങ്ങി വരട്ടെ. ജീസസ് ജീസസ്. ഹുഡമന ബലബല ബൗഷാരമന ഘടകജാരകസി. വിശ്വസിക്കുന്ന നമ്മിൽ ദൈവവചനം വ്യാപരിക്കും. ഈ വചനത്തിൻ്റെ ശക്തി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. അല്ല, ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ വീടിനകത്ത് ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൂരസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മമണ്ഡലങ്ങളുമേൽ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ താഴ്ത്താം. ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം വീട്ടിൽ ചെല്ലുമ്പോൾ ആത്മാവിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വാക്കുകൾ ഉരുവിട്ട് പ്രാർത്ഥിക്കൂ. വചനത്തിൻ്റെ ശക്തി ആവരിക്കാൻ പോകുകയാണ്. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നവൻ്റെ വചനം അതിവേഗം ഓടുന്നു. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ജീവനുണ്ട്, വചനത്തിനകത്ത് ചൈതന്യമുണ്ട്. സ്തോത്രം. ഈ വചനങ്ങൾ അധികമായി കർത്താവ് നമ്മെ സഹായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസന്മാരോട് വിശേഷാലുള്ള വന്ദനം പറയുന്നു. വീണ്ടും നമുക്ക് തമ്മിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സഹായിക്കും. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് സന്ധ്യാസമയം നാം കേട്ടതായ ദൈവശബ്ദത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമല്ലോ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത് പോലെ സ്തോത്രം ഹല്ലേലൂയ, ഇന്ന് രാത്രിയും സ്തോത്രം ഹല്ലേലൂയ വിശ്വസിക്കുന്ന നമ്മിൽ ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ, ആ ഒരു പ്രത്യാശയോടെ ജീവിപ്പാനൊക്കെ ആയിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ. നാം ഹല്ലേലൂയ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു ഹല്ലേലൂയ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവത്തെ ഹല്ലേലൂയ നാം ഹല്ലേലൂയ വിശ്വസിച്ചിരിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതായ ദൈവം, സ്തോത്രം, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സാധ്യമാക്കുന്നതായ ദൈവം, സ്തോത്രം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണല്ലോ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ ദൈവത്തിൽ നമുക്ക് വീണ്ടും വിശ്വസിക്കാം. വചനത്തിൽ വേരൂന്നിയവരായിട്ട് നമ്മുടെ കാൽച്ചുവടുകളെ നമുക്ക് മുന്നോട്ട് വെപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ ഏറിയ പ്രത്യാശയോടെ ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാനായിട്ട് ഹല്ലേലൂയ സ്ഥിരതയോടെ ഹല്ലേലൂയ ദൈവത്തെ സേവിപ്പാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ജീവൻ നഷ്ടപ്പെട്ടതായ ചില വിഷയങ്ങൾമേൽ ഹല്ലേലൂയ തന്നെ ദൈവം തന്നെ കരം വെച്ച് ഹല്ലേലൂയ ചില രോഗസൗഖ്യങ്ങൾ പകർന്ന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ട്, ദൈവം നമ്മെ ശക്തീകരിപ്പാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം കരങ്ങളിലെടുത്തതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം തന്നെ സഹായിപ്പാനായിട്ട്, ശുശ്രൂഷകളൊക്കെ തന്നെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഷിബു വായ്പിനെ ഓർത്തുകൊണ്ട് അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. തൻ്റെ ശുശ്രൂഷയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാനായിട്ട്
വീണ്ടും ഹല്ലേലൂയ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാനായിട്ട്, വീണ്ടും ഹരിസാറിൻ്റെ അഭിഷേകത്തെ ദൈവം തന്നെ നിറയ്ക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദാസിയോർത്ത് ദാനമായി നൽകിയ 3 കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. 4 സഭയെ ദൈവം അനുഗ്രഹിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഇന്ന് സന്ധ്യാസമയം കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട്, ബലപ്പെടുവാനായിട്ട്, ദൈവത്തെ ആരാധിപ്പാനൊക്കെ ആയിട്ട് ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ. തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് നാളെ നടക്കുന്ന സെഷനെയൊക്കെ ദൈവം അനുഗ്രഹിപ്പാനായിട്ട്, നാളെ ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാനായിട്ട് കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ ദൈവം തക്ക സമയത്ത് കൂട്ടി വരുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറിയ പ്രത്യാശയോടെ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നാളത്തെ ദിവസവും കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെഷനോടെ അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ പാദാന്തിയായിരിക്കാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ സാവകാശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ശക്തമായി ചന്തോചിതമായി വ്യാപരിച്ചു കൊണ്ടുവന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവേ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിൽ ആമേൻ ദൈവവചനം ശക്തിയോടെ വ്യാപരിക്കുന്നുവെന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം അങ്ങയുടെ ദാസനിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ അരുളപ്പാടായി, ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ ആലോചനയായി ഇന്ന് രാത്രി വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. അവിടുന്ന് ആമേൻ അയക്കുന്ന വചനം ആമേൻ അത് തികച്ചെടുത്തിട്ട് മാത്രമേ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരികയുള്ളൂ. വേഗമോടുന്ന വചനമയച്ച് ഇന്ന് രാത്രി ചിലതിനെ അവിടുന്ന് സൃഷ്ടിക്കുന്ന ദൈവമാകയാൽ, ചിലതിനെ അവിടുന്ന് ഉത്ഭവിപ്പിക്കുന്ന ദൈവമാകയാൽ, ചില പോരായ്മകളെ നികത്തുന്ന ദൈവമേ, ചില പുതിയ വഴികൾ തുറന്നു വരട്ടെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി വന്നതുപോലെ ക്ഷീണത്തോടെയല്ല ഞങ്ങൾ മടങ്ങുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ വന്നതുപോലെ ഭയത്തോടെയല്ല മടങ്ങുന്നത്, വ്യാകുലത്തോടെയല്ല മടങ്ങുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, ദൈവശക്തിയോടെ മടങ്ങുകയാണ് കർത്താവേ. അതിനായി ഇതിൻ്റെ ജനത്തെ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി കരങ്ങളെടുത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവസഭയിൽ ചിലത് പുതിയത് ഉളവാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ചില പുതിയത് കർത്താവെ സംഭവിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. പഴയതിനെല്ലാം നീക്കിക്കൊണ്ട് കർത്താവെ ആത്മാവിൻ്റെ പുതുക്കത്തിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ, ഐക്യതയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ, ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ, ദൈവകൃപയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. അങ്ങയുടെ നാമം ഞങ്ങളോട് മഹത്വപ്പെടുവാൻ, ആമേൻ ആമേൻ ആമേൻ, ഞങ്ങളുടെ വിശ്വാസം എല്ലാവർക്കും പ്രസിദ്ധമായി തീരുവാൻ ദൈവമേ തെസ്സലോനിക്ക സഭയെ പോലെ ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി കരം വെച്ചതിനായി സ്തോത്രം, കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കണമേ, നല്ല അഞ്ചര ദൈവസഭയെ അനുഗ്രഹിക്കണമേ കർത്താവേ. സഭയായി പ്രസ്ഥാനമായി ഞങ്ങളെ വർദ്ധിപ്പിക്കുമാറാകണമേ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവാദത്തോടെ പറഞ്ഞയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. നാളെ നടക്കുന്ന ആമേൻ ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നാളെ കടന്നു വേണ്ട ദൈവദാസനെ തക്ക സമയത്ത് കൂട്ടി അയക്കണം, ശത്രു തടയുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലും ആശ്വാസം ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് കൽപ്പിക്കണമേ. തകർന്നതിനെ പണിയണമേ കർത്താവെ. ആമേൻ പുതിയ സന്തോഷത്തിലേക്ക്, ആമേൻ പുതിയ ആരോഗ്യത്തിലേക്ക്, പുതിയ വിടുതലിലേക്ക് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഈ ദിവസങ്ങൾ ഒരുക്കുമാറാകണമേ കർത്താവെ. ദൈവവചനത്തിൽ സന്തോഷിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ ഞങ്ങൾ പ്രമോദിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയോടെ നിൽക്കുവാൻ അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കാൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ, പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആശീർവാദത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ഹൃദയമായി സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വന്നിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും പ്രാർത്ഥനയോടെ എല്ലാ വിഷയങ്ങളോടും, കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഉപവസിക്കുന്ന എല്ലാ ജനത്തോടും, നാളെ നടക്കുന്ന മീറ്റിങ്ങിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.